നമസ്കാരം. ഒരു ജാതകത്തിൽ ധനം ഉണ്ടാകാനുള്ള യോഗം ഉണ്ടോ എന്ന് നോക്കുന്ന പോലെ ദാരിദ്ര്യം ഉണ്ടാകാനുള്ള യോഗം ഉണ്ടോ എന്ന് നോക്കാം. അതായത് ദരിദ്രവാനാവുമോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യോതിഷം അറിയാവുന്നവർക്ക് മനസ്സിലാകും. ലഗ്നാധിപൻ 12-ൽ പോയി നിൽക്കുക, 12-ാം ഭാവാധിപൻ ലഗ്നത്തിൽ പോയി നിൽക്കുക. ഇതിലേതെങ്കിലും ഒരു പ്ലാനറ്റിന് മാരകൻ്റെ ദൃഷ്ടിയോ യോഗമോ ഉണ്ടാവുക. മാരകൻ എന്ന് പറഞ്ഞാൽ 2-ാം ഭാവാധിപനോ 7-ാം ഭാവാധിപനോ ആണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു ദാരിദ്ര്യയോഗമാണ്. പിന്നെ ഒരു കണ്ടീഷൻ, ലഗ്നാധിപൻ 6-ൽ പോയി നിൽക്കുക, 6-ാം ഭാവാധിപൻ തിരിച്ച് ലഗ്നത്തിൽ നിൽക്കുക. ഇതേപോലെ തന്നെ മാരകൻ്റെ ദൃഷ്ടി ഉണ്ടാവുക അല്ലെങ്കിൽ മാരകൻ്റെ യോഗം ഉണ്ടാവുക, അതൊരു ദാരിദ്ര്യയോഗമാണ്. പിന്നെ ഒന്ന് 5-ാം ഭാവാധിപൻ 6-ൽ പോയി നിൽക്കുക, അതുപോലെ തന്നെ 9-ാം ഭാവാധിപൻ 12-ൽ പോയി നിൽക്കുക. ഇവർക്ക് ആർക്കെങ്കിലും മാരകൻ്റെ ദൃഷ്ടിയോ യോഗമോ ഉണ്ടാവുക, ഇതും ഒരു ദാരിദ്ര്യയോഗമാണ്. അല്ലെങ്കിൽ ലഗ്നാധിപൻ 6, 8, 12 തുടങ്ങിയ ദുസ്ഥാനങ്ങളിൽ നിൽക്കുക, 2-ാം ഭാവാധിപൻ നീചത്തിൽ പോവുക അല്ലെങ്കിൽ ശത്രുക്ഷേത്രത്തിൽ പോവുക, ഇതും ഒരു ദാരിദ്ര്യയോഗമാണ്. പിന്നെയുള്ളൊരു കണ്ടീഷൻ, ശുഭന്മാരൊക്കെ പാപസ്ഥാനത്ത് പോവുക, പാപന്മാരൊക്കെ ശുഭസ്ഥാനത്ത് വരിക, ഇതും ഒരു ദാരിദ്ര്യം ഉണ്ടാക്കുന്ന യോഗമാണ്. ഇനി 2-ാം ഭാവത്തിൽ ചൊവ്വയും ശനിയും കൂടി നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ശനി നിൽക്കുന്നു, അവിടെ ബുധൻ്റെ ആസ്പെക്റ്റ് ഇല്ലെങ്കിൽ, ബുധൻ്റെ ദൃഷ്ടി ഇല്ലെങ്കിൽ അത് ഒരു ദാരിദ്ര്യയോഗമാണ്. അതുപോലെ 2-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുക, സൂര്യന് ശനിയുടെ ദൃഷ്ടി ഉണ്ടാവുക, ഇതും ഒരു ദാരിദ്ര്യയോഗമാണ്.